ഈ കഴിഞ്ഞ ദിവസം ഇപ്പോൾ നേരത്തെ ചോദിച്ചത് തന്നെയാണ്. അതായത് ഈ കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് ഈ ഒരു രക്ഷാദൗത്യം കഴിഞ്ഞ് 3-4 ദിവസം കഴിയുമ്പോഴാണ് ഒരു ഫോൺ റിങ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻജിൻ ഓൺ ആകുന്നതൊക്കെ ഒരു പ്രതീക്ഷ നൽകുന്നതായിരുന്നു. അതിനുശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഫോൺ റിങ് ചെയ്യുന്ന ഫോൺ വിളിക്കുമ്പോൾ കോൾ റിങ് ചെയ്യുന്നതോ അതിനുശേഷം സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരുന്നോ? അത് ബന്ധുക്കൾക്ക് ലഭിച്ചിട്ടുണ്ടോ? അത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ രക്ഷാദൗത്യത്തിൽ നിൽക്കുന്നവർ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിരുന്നോ? തീർച്ചയായിട്ടും ഈ ഫോൺ റിങ് ചെയ്തു എന്നുള്ളതാണ് തന്നെയാണ് പ്രതീക്ഷയുടെ കിരണങ്ങൾ തെളിയുന്നത്. കാരണം കഴിഞ്ഞ 3 ദിവസങ്ങളായി സൈലൻ്റ് ആയിരുന്ന അല്ലെങ്കിൽ നിശബ്ദമായിരുന്ന ആ ഫോൺ ഇന്നലെ റിങ് ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അർജുൻ ജീവനോടെ ഉണ്ട് എന്നുള്ള പ്രതീക്ഷകൾ സജീവമാവുകയും ചെയ്തു. അതോടുകൂടിയാണ് ഇന്നലെ വലിയ തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാവുകയും തെരച്ചിലൊക്കെ ഊർജിതമാക്കുകയും ചെയ്തു. രാഷ്ട്രീയമായും അതോടൊപ്പം തന്നെ ഭരണപരമായും ഒക്കെയുള്ള മുഖ്യമന്ത്രി അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പെട്ടെന്ന് തന്നെ തെരച്ചിൽ ആരംഭിക്കണം, അല്ലെങ്കിൽ കൂടുതൽ സന്നാഹങ്ങൾ ഒരുക്കണമെന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ, ഒരു അഭ്യർത്ഥനയൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നത്. തുടർന്നാണ് ഈ പ്രവർത്തനങ്ങൾ, ഈ തെരച്ചിൽ ഊർജിതമാവുകയും ചെയ്യുന്നത്. ഏതായാലും അത്തരത്തിലൊരു സാധ്യതകൾ, കാരണം ഇപ്പോഴും അർജുൻ ജീവനോടെ ഈ മണ്ണിനടിയിലുണ്ട് എന്നുള്ള പ്രതീക്ഷകൾ മുളയ്ക്കുന്നത് അങ്ങനെയാണ്. ഏതായാലും അർജുനെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു. രാവിലെ ഈ ദൗത്യം ആരംഭിക്കുമ്പോൾ അത്തരത്തിൽ ഒരു പ്രതീക്ഷ തന്നെയാണ് നമുക്ക് മുന്നിലുള്ളത്. ഏതായാലും ദൗത്യ സംഘമാണെന്ന് തോന്നുന്നു. കൂടുതൽ വാഹനങ്ങൾ വരുന്നുണ്ട്. ഏതായാലും അങ്ങനെയാണെങ്കിൽ രാവിലെ മറ്റേതോ വാഹനമാണ്. ഏതായാലും രാവിലെ തന്നെ ദൗത്യം തുടങ്ങുമ്പോൾ ഈ പ്രതീക്ഷകളോട് കൂടിയുള്ള മുന്നോട്ട് പോക്ക് തന്നെയായിരിക്കും. അതോടൊപ്പം തന്നെ നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ ദൗത്യസേനാംഗങ്ങൾ, കൂടുതൽ ടെക്നോളജി കാര്യങ്ങളൊക്കെ വരുമ്പോൾ, കൂടുതൽ യന്ത്രസാമഗ്രികളൊക്കെ വരുമ്പോൾ പരിശോധനയും ഈ തെരച്ചിലുമൊക്കെ ത്വരിതപ്പെടും. അത്തരത്തിൽ ത്വരിതപ്പെടുമ്പോൾ വളരെ പെട്ടെന്ന് ഈ ട്രക്കിൻ്റെ അടുത്തേക്ക് എത്താൻ കഴിയുകയും മണ്ണ് നീക്കം ചെയ്യാൻ കഴിയുകയൊക്കെ ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് നമ്മളിവിടെ കാതോർത്ത് നിൽക്കുന്നത്, കണ്ണ് നോക്കി നിൽക്കുന്നത്. ഏതായാലും ആ ഒരു വാർത്ത വളരെ പെട്ടെന്ന് തന്നെ നൽകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കുമുള്ളത്. ശ്രുതി, ഈ അപകടം നടന്ന സ്ഥലം, അതായത് കുന്നിന് താഴെ ദേശീയപാതയും ഒരു വശത്തായിട്ട് ഗംഗാവാലി നദിയുമാണ്. അപ്പോൾ മണ്ണിടിഞ്ഞ് കുറേ ഭാഗം നദിയിലേക്ക് പോയിരുന്നു. എന്തായാലും ലോറി ഇതിലേക്ക് വീണിട്ടില്ല. അക്കാര്യത്തിലൊരു സ്ഥിരീകരണം വന്നിരുന്നു. സ്കൂബ ഡൈവേഴ്സ് അടക്കം തെരച്ചിൽ നടത്തി അത്തരത്തിലൊരു സ്ഥിരീകരണമൊക്കെ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഇന്ന് ഇതിലിപ്പോൾ കഴിഞ്ഞ ദിവസം അർജുൻ്റെ ബന്ധുക്കൾ പറഞ്ഞൊരു കാര്യം, ഈ രക്ഷാദൗത്യത്തിനേക്കാൾ കൂടുതൽ സമീപത്തെ ഈ ദേശീയപാത ക്ലിയർ ചെയ്യുന്നതിലാണ് പോലീസ് അല്ലെങ്കിൽ അധികൃതർ ശ്രദ്ധ കൊടുക്കുന്നത് എന്നൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. ആ വഴി അടക്കം ചുറ്റുപാടുമുള്ള ഒരു പ്രദേശത്തിൻ്റെ ഒരു ദുഷ്കരമായിട്ടുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഭിലാഷ് നേരത്തെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ആ ഭാഗത്തേക്ക് കടത്തി വിടുന്നില്ല. ഇപ്പോൾ അവിടെ ഇനിയും മണ്ണിടിച്ചിലിനൊരു സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അങ്ങോട്ടുള്ള ആരെയും കടത്തി വിടുന്നില്ല. അപ്പോൾ ഈ തെരച്ചിലേക്ക് ഇനി കടക്കുമ്പോൾ ഏത് രീതിയിലാണ് ഇത്തരത്തിലുള്ളൊരു പ്രതികൂല കാലാവസ്ഥ, ഒപ്പം തന്നെ ഈ ഒരു മണ്ണിടിച്ചിലിനൊരു സാധ്യതയൊക്കെ വരാനുള്ളൊരു ഘട്ടത്തിൽ അവിടെ തെരച്ചിൽ ആരംഭിക്കുമ്പോൾ അതിനെ എങ്ങനെയാക്കി തരണം ചെയ്യാനുള്ള ഒരു നീക്കങ്ങളാണ് അവിടെ നടക്കുന്നത്? അതിനുള്ളൊരു സുരക്ഷാ സംവിധാനങ്ങളടക്കം എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ഒരുക്കുന്നത്? ഇതിൽ പ്രധാനമായതും ആദ്യത്തെ 3 ദിവസം ഈ തെരച്ചിൽ മെല്ലെ പോക്കായിരുന്നു സ്വീകരിച്ചത് എന്നുള്ളത് കാര്യത്തിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ വസ്തുതയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വളരെ ചുരുങ്ങിയ യന്ത്ര സാമഗ്രികളും ചുരുങ്ങിയ ആളുകളെയും ഉപയോഗിച്ചുള്ള ഒരു ദൗത്യമായിരുന്നു ഇവിടെ ആരംഭിച്ചത്. പ്രധാനമായും റോഡ് സൗകര്യം, ഗതാഗത സംവിധാനം പുനഃസ്ഥാപിക്കാൻ ഒരു ശ്രമം മാത്രമായിരുന്നു ഉണ്ടായതെന്നുള്ള ആരോപണമുണ്ട്. അത്തരത്തിൽ തന്നെ വേണം അതിനെ കാണുകയും ചെയ്യാൻ. കാരണം ആദ്യത്തെ 3 ദിവസങ്ങളിലും അത്തരത്തിൽ പരിശോധനകൾ മാത്രമായിരുന്നു. ഏതാണ്ട് 3ഓളം JCBകൾ ഉപയോഗിച്ചായിരുന്നു അത്തരം പരിശോധനകൾ നടന്നത്. മറ്റൊന്ന്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വാഹനം പുഴയിലേക്ക് തെന്നിപ്പോക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്നുള്ളൊരു അനുമാനം, അത്തരത്തിലൊരു സന്ദേഹം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ള വാഹനങ്ങളൊക്കെ നീങ്ങിപ്പോയതിനൊപ്പം ഇതും നീങ്ങിപ്പോയോ എന്നുള്ള സംശയമുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഇത്തരത്തിൽ മണ്ണിനടിയിൽ ഒരു തെരച്ചിലിനെ കൊണ്ട് കാര്യമില്ല എന്നുള്ള ഒരു നിഗമനവും അത്തരത്തിൽ ആ ഭാഗത്ത് വരികയും ചെയ്തിരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നേവിയുടെ വരവ് പ്രധാനമായിരുന്നു. അങ്ങനെ നേവി ഇന്നലെ രാവിലെ എത്തിയോടുകൂടിയാണ് ഈ പുഴയിലേക്ക് ഈ വാഹനം ഒഴുകിപ്പോയിട്ടില്ല എന്നുള്ള കാര്യം
വ്യക്തമാവുകയും ചെയ്തത്. ഇതോടുകൂടിയാണ് മറ്റൊന്ന് ഈ സമ്മർദ്ദങ്ങളടക്കം വരികയും ചെയ്തു. ഇതോടുകൂടിയാണ് ഈ മണ്ണിനടിയിലുള്ള ഈ തെരച്ചിൽ ഊർജിതമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. ഏതായാലും കുടുംബം ആരോപിക്കുന്ന റോഡ് നന്നാക്കാനാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നതെന്നുള്ള കാര്യങ്ങൾ ഇന്നലെ അവർ പറയുന്നുണ്ട്. പക്ഷേ അതിലൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ കാരണം ഈ മണ്ണിൽ റോഡ് ഈ ചളിയും അതോടൊപ്പം തന്നെ കല്ലുകളും നിറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ ഇത് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ ഇത് വൃത്തിയാക്കിയാൽ മാത്രമേ കൂടുതൽ വാഹനങ്ങൾക്ക് വരാനും മുന്നോട്ട് പോകാനും ഈ മണ്ണ് വീണ്ടും നീക്കം ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ് വസ്തുത. അതിനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അത് ഈ രക്ഷാദൗത്യത്തെ ഏതെങ്കിലും തരത്തിൽ ഗുരുതരമായി ബാധിച്ചോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഏതായാലും അതും ഒരു വശത്തു കൂടി നടക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. കാരണം കൂടുതൽ വാഹനങ്ങൾക്ക് ഇവിടേക്ക് വരണമെങ്കിൽ അത്തരത്തിൽ സംവിധാനങ്ങൾ കൂടി പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. അതിനുള്ളൊരു ശ്രമം കൂടി അവിടെ നടക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദഗ്ധർ സൂചിപ്പിച്ചതുപോലെ തന്നെ പറയാനുള്ളത് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി ക്ഷമയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ കൂടി മാത്രമേ നടക്കൂ. കാരണം ഒരു ഘട്ടത്തിൽ മണ്ണ് നീക്കം ചെയ്താൽ ആ മണ്ണിന് എടുക്കുന്ന സമയത്ത് കൂടുതൽ മണ്ണ് ഊർന്നു വരാനുള്ള സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കണം. അത്തരത്തിൽ ഊർന്നു വരുന്നില്ല എങ്കിൽ മാത്രമേ കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ കഴിയൂ. ദൗത്യസേനാംഗങ്ങളുടെ ജീവനം അവരുടെ സുരക്ഷയൊക്കെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അത്തരത്തിലുള്ള വെല്ലുവിളികൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ ടെറൈൻ്റെ പ്രത്യേകത അങ്ങനെയാണ്. അതോടൊപ്പം തന്നെ കനത്ത മഴയും നീർച്ചാലുകളും ഒക്കെ നിൽക്കുമ്പോൾ ഈ മണ്ണിടിച്ചിലുള്ള സാധ്യത കൂടുതലാണ്. നേരത്തെ ഒക്കെ ഈ ഇത്തരത്തിൽ രക്ഷാദൗത്യം നടക്കുമ്പോൾ പോലും കൂടുതൽ മണ്ണുകൾ ഇടിയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇതൊരു പ്രതിസന്ധിയായി നിൽക്കുന്നു. അത്തരത്തിലുള്ള പ്രതിസന്ധിയെ അവഗണിച്ച് അല്ലെങ്കിൽ അതിനെ അതിജീവിച്ച് വേണം മുന്നോട്ട് പോകാൻ. അതൊക്കെ നിലനിൽക്കുമ്പോൾ ചില ആരോപണങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ദൗത്യ സംഘത്തെ സംബന്ധിച്ച് അവർ ഇപ്പോൾ ക്രിയാത്മകമായി തന്നെയാണ് ഇന്നലെ പ്രവർത്തിച്ചത്. അതിൽ ദ്രുതഗതിയിൽ തന്നെയുള്ള പരിശോധനകളും തെരച്ചിലുമാണ് അവരുടെ ഭാഗത്തും ഉണ്ടാകുന്നത്. അത് കൂടുതൽ കാര്യക്ഷമവും ഊർജിതമാക്കാനുള്ള ശ്രമമായിരിക്കും ഇന്ന് രാവിലെ ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഭിലാഷ്, ഈ ബന്ധുക്കളെ കൂടാതെ ലോറി ഉടമയും കഴിഞ്ഞ ദിവസം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോഴവിടെയുണ്ടോ? അവർക്ക് എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? ഈ ഒരു തെരച്ചിലുമായി ബന്ധപ്പെട്ട് രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ടൊക്കെ ലഭിക്കുന്ന വിവരങ്ങളാണ്. അവർ എത്രത്തോളം പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നുണ്ട്? ഈ അവരുടെ പ്രതികരണം ഇന്നലെ തന്നെ ഇക്കാര്യത്തിൽ വന്നതാണ്. അവർ പറയുന്നത് ഈ വാഹനത്തിലകത്ത് ഭക്ഷണം ഉണ്ട്, അത് കഴിക്കാനുള്ള സംവിധാനമുണ്ട്. ഇതിൽ 5 ദിവസമോ 6 ദിവസമോ ജീവിക്കാനുള്ള സംവിധാനം കൂടിയുണ്ട്. അതിൽ വലിയ തരത്തിൽ ദുരന്തമുണ്ടാവാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഏതായാലും അക്കാര്യത്തിൽ കൂടുതൽ മണ്ണ് വീട് കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഓക്സിജൻ്റെ അളവ് എത്രത്തോളം ലഭ്യമാകുന്നു എന്നൊക്കെയുള്ള ഒരു വിഷയം അവിടെ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വാഹനം എത്ര സമയത്തോളം ഈ സ്റ്റാർട്ടിങ്ങിൽ നിർത്താൻ കഴിയുമെന്നുള്ള ഒരു വിഷയം അവിടെ നിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രതിസന്ധികളോ തിരിച്ചടികളൊക്കെ ഉണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. അപ്പോൾ പോലും ഈ ദൗത്യം മുന്നോട്ട് പോകുമ്പോൾ അവർ നേരത്തെ തന്നെ പറഞ്ഞത് ആദ്യഘട്ടത്തിൽ വളരെ മെല്ലെപ്പോക്കായിരുന്നു സർക്കാരിൻ്റെ ഭാഗത്ത് ദൗത്യ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായത്. നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിക്കുകയും ചെയ്തു. അത് തുടക്കത്തിൽ അത്തരത്തിലുള്ള മെല്ലെപ്പോക്കുണ്ടായിരുന്നു. കൃത്യമായ പരിശോധനകളോ തെരച്ചിലോ നടന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ അത്തരത്തിലുള്ള തെരച്ചിലുകൾ ഊർജിതമായിട്ടുണ്ട്. ആ ഘട്ടത്തിൽ ഈ പറയുന്ന ആരോപണങ്ങൾ അത് എത്രത്തോളം ആണ് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയുന്നില്ല. കാരണം ദൗത്യസേനാംഗങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, വെല്ലുവിളികളുണ്ട്. അതിനെ അതിജീവിച്ച് കൂടി വേണം അവർക്ക് മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ്. ഏതായാലും ബന്ധുക്കൾ വലിയ ആശങ്കാകുലരാണ്. സുഹൃത്തുക്കളടക്കം ലോറി ഉടമകളടക്കം വലിയ ആശങ്കാകുലരാണ്. അതുതന്നെയാണ് അവരുടെ വാക്കുകളിൽ നിന്നും പ്രതിഫലിക്കുകയും ചെയ്തത്. ഏതായാലും അത്തരത്തിൽ അവരുടെ ആരോപണങ്ങളിൽ കുറേയൊക്കെ കഴമ്പുണ്ട് എന്നുള്ളതാണ് വസ്തുത. അഭിലാഷ്, ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ഇങ്ങനെ ഒരു മണ്ണിടിച്ചിലുണ്ടായി, അതിനുശേഷമുള്ളൊരു സാധ്യതയൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഇതിന് മുൻപും ഇത്തരം അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളൊരു മേഖലയാണോ ഇത്? അവിടെ ഒരു കടയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇത്തരത്തിൽ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളൊരു മേഖലയാണോ? ഇവിടെ ഈ നീർച്ചാലുകളൊക്കെ ഒഴുകുന്നതാണ്. മണ്ണിടിച്ചിലിൻ്റെ ഒരു സാധ്യത ഉണ്ടാകാം. സ്വാഭാവികമായും എൻ്റെ ഒരു ഭൂമിശാസ്ത്രം അനുസരിച്ച് അങ്ങനെ ഒരു സാധ്യതയൊക്കെയുണ്ട്. മുൻപ് അത്തരത്തിൽ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രദേശമാണോ ഇത്? തീർച്ചയായിട്ടും നമുക്കറിയാം കൊങ്കൺ മേഖലയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ, ഇത്തരത്തിലുള്ള മണ്ണിടിച്ചിലുകളൊക്കെ വളരെ വലിയ തോതിൽ നടക്കാറുമുണ്ട്. അതൊക്കെ നമുക്ക് നേരത്തെ തന്നെ അറിയുകയും ചെയ്യുന്നതാണ്. പക്ഷേ ഇതിനൊപ്പം തന്നെയാണ് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ഈ റോഡിൻ്റെ സൈഡിലുള്ള ഈ കുന്നുകളൊക്കെ ഇടിച്ചു മാറ്റിയിരിക്കുന്നത്. ഈ പ്രദേശത്ത് തന്നെ നമുക്ക് അറിയാൻ കഴിയുന്നത് ഏതാണ്ട് 65,000 ടൺ മണ്ണാണ് നീക്കം ചെയ്തിരിക്കുന്നത്. അതും ചെങ്കുത്തായ നിലയിലാണ്. കാരണം ഇത്തരത്തിൽ വലിയ ഉറപ്പില്ലാത്ത മണ്ണ് നീക്കം ചെയ്യുമ്പോൾ അതിനുള്ള സുരക്ഷിതമായ മാർഗ്ഗങ്ങളൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം കുത്തനെ വെട്ടി, നമുക്ക് ഹലുവ കട്ട് ചെയ്യുക എന്നൊക്കെ പറയാറുണ്ട്, ആ രീതിയിൽ മണ്ണ് വെട്ടിയിറക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. വളരെ ഗുരുതരമായ അല്ലെങ്കിൽ അശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു മണ്ണ് നീക്കം ചെയ്യലാണ് ഇവിടെ ഉണ്ടായത്. ഒരു പക്ഷേ അത് തന്നെയായിരിക്കണം ഈ ദുരന്തത്തിൻ്റെ പ്രധാന ഘടകവും, ദുരന്തത്തിൽ നയിക്കാനുള്ള പ്രധാന ഘടകവും അത് തന്നെയാണ്. നമ്മൾ ഈ മംഗലാപുരത്ത് നിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ തന്നെ പല മേഖലകളിൽ ഈ കൊങ്കൺ മേഖലയിലൊക്കെ വരുന്ന സമയത്ത് പല മേഖലകളിൽ ഇത്തരത്തിൽ മണ്ണ് വെട്ടി
ഇറക്കിയതായി കാണുന്നുണ്ട്. അവിടെയൊക്കെ പല സ്ഥലങ്ങളിലും ചെറിയ തോതിലാണെങ്കിലും മണ്ണിടിച്ചിലും നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട്. അതായത് വളരെ ഗുരുതരമായ രീതിയിൽ തന്നെ അല്ലെങ്കിൽ അസ്വാഭാവികമായ രീതിയിലാണ് ഇത്തരത്തിൽ മണ്ണ് ഇറക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതാണ്ട് 50 മീറ്ററും 25 മീറ്ററും ഒക്കെ രീതിയിൽ മണ്ണ് ഇറക്കിയിട്ടുണ്ട്. അത് തന്നെയാണ് ഈ അപകടത്തിനുള്ള പ്രധാനപ്പെട്ട ഘടകവും. അതോടൊപ്പം തന്നെ ഈ മണ്ണ് അവിടെ പിടിച്ചു നിർത്താൻ ആവശ്യമായ കോൺക്രീറ്റിങ്ങോ മറ്റ് ഘടകങ്ങളൊന്നും ഇല്ല എന്നുള്ളതും ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഒരു പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലും ഈ ദേശീയപാത വികസനം നടക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. കേരളത്തിലും ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലും മണ്ണ് വെട്ടിയിറക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ സുരക്ഷിതമായ ചില മാർഗ്ഗങ്ങളൊക്കെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ പോലും അത് നമുക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. അത് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ ഏതെങ്കിലും അശാസ്ത്രീയമായ രീതിയിൽ മണ്ണ് മാറ്റുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം കൂടിയാണ്. കാരണം വലിയൊരു ദുരന്തം വന്നതിന് ശേഷം പരിശോധിക്കപ്പെടേണ്ടുന്ന ഒരു വിഷയം കൂടിയല്ല ഇത്. കാരണം ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഒക്കെ സുരക്ഷയൊക്കെ ഒരുക്കേണ്ടുന്ന ബാധ്യതയുണ്ട്. ഏതെങ്കിലും തരത്തിൽ വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ മാത്രം ഏതെങ്കിലും ഇത്തരത്തിൽ അശാസ്ത്രീയമായോ അല്ലെങ്കിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്താതെയോ മണ്ണ് നീക്കം ചെയ്ത് വലിയ ബുദ്ധിമുട്ടുണ്ടാകുക അല്ലെങ്കിൽ ഇത്തരം ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വിഷയം തന്നെയാണ്. അതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഏതായാലും ഈ മേഖലയിൽ മണ്ണിന് ശക്തി കുറവാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ്.